ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വർക്കിൻ്റെ ഇന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം എന്തായിരുന്നു നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹേർട്ട് ഷേപ്പിൻ്റെ അതാണ് ഡീമോൾഡ് ചെയ്യാൻ പോകുന്നത്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു എംബോസഡ് സ്റ്റിക്കറൊക്കെ ഇൻസൈഡ് വെച്ച് ചെയ്തതാണ്. വളരെ നന്നായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. അപ്പം ഇത് ബി ലെറ്ററാണ്. ഇതും ഇൻസൈഡ് എംബോസ്ഡ് സ്റ്റിക്കർ വെച്ചിട്ടുള്ള. അടുത്തത് സ്വീക്വൻസ് ആൽഫബറ്റ് വെച്ച ജെ ലെറ്ററാണ് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നത്. അടുത്തത് ഐ ലെറ്ററാണ്. അതും ആൽഫബറ്റിക് സ്വീക്വൻസ് വെച്ച് ചെയ്തേക്കുന്നതാണ്. അതും നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ചെയിൻ ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ബി ആൽഫബറ്റിക് കീ ചെയിനാണ്. വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതിന് നമ്മൾ ഇൻസൈഡ് വെച്ചേക്കുന്നത് എംബോസഡ് സ്റ്റിക്കർ ആൽഫബറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ല നെയിം നമ്മളിങ്ങനെ ഒട്ടിച്ചേക്കുന്നതല്ല. പക്ഷേ അത് കണ്ടാൽ നമ്മൾ നെയിം ഒട്ടിച്ചേക്കുന്നത് പോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. അപ്പോൾ എംബോസഡ് ആൽഫബറ്റിക് സ്റ്റിക്കേഴ്സ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി ഒരു കീ ചെയിനൊക്കെ ഉണ്ടാക്കാം. വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇത് കിട്ടിയേക്കുന്നത്. അടുത്തത് ഞാൻ ജെ ആൽഫബറ്റിക് കീ ചെയിനാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ആൽഫബറ്റിക് സ്വീക്വൻസ് ആണ്. ഇത് ഓവറോൾ കൊള്ളാം. ബട്ട് ഇതിനകത്തൊരു ഒരു മെയിൻ പ്രശ്നം വന്നേക്കുന്നത് വെച്ചാൽ നമ്മൾ വെച്ചേക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഡ്രൈ ആവുന്നതിന് മുൻപ് ഇതിൻ്റെ വെച്ചേക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ കൊള്ളാം, സൂപ്പറാണ്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതുപോലെ ബോർഡർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ മെറ്റാലിക് മാർക്കറാണ്. അടുത്തത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ള കീ ചെയിനാണ്. ഈ ഒരു കീ ചെയിനകത്ത് ഞാൻ ഐ ലെറ്ററും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഈ 3 കീ ചെയിനകത്ത് ഏത് കീ ചെയിനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുള്ള കീ ചെയിൻ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വർക്ക് എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ഒക്കെയാണ് എനിക്ക് മുമ്പോട്ട് ഓരോ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്